മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് ചേരാവള്ളി അർബൻ ആശുപത്രി ജംഗ്ഷനിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. കായംകുളം ടൗൺ, സൗത്ത് ഈസ്റ്റ് മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണം. ജ്വലിക്കട്ടെ സ്ത്രീശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ല നാം തെല്ലും, വിരൽ ചൂണ്ടാം കരുത്തോടെ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് കായംകുളം ടൗൺ, സൗത്ത് ഈസ്റ്റ് മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ചേരാവള്ളി അർബൻ ആശുപത്രി ജംഗ്ഷനിൽ സ്വീകരണം നൽകി. സൗത്ത് മണ്ഡലം പ്രസിഡന്റ് മിനി അച്ഛൻകുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. സമ്മേളനം KPCC സെക്രട്ടറി LK ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു. ഈ പിണറായി സർക്കാർ എവിടെയാണ് സ്ത്രീ സുരക്ഷ കൊടുക്കുന്നത്? ഷുഹൈബിന്റെ കൊലപാതകം, ഇതെല്ലാം ഞാൻ യാദൃച്ഛികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന കാര്യം അവരുടെ നിഘണ്ടുവിലില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആശാവർക്കർമാർ അവിടെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, ഏതാണ്ട് 130 കൂടുതൽ ദിവസം ഇന്നവർ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ അതിക്രൂരമായ വെയിലത്ത്, അതിക്രൂരമായ മഴയത്ത്, മഴ പെയ്തപ്പോൾ ഒരു ടാർപ്പാളിൻ വലിച്ചു കയറ്റിയിട്ട് പോലും ആ ടാർപ്പാളിൻ നശിപ്പിച്ച അത്ര ക്രൂരന്മാരാണ് ഈ സെക്രട്ടേറിയറ്റിനുള്ളിലിരിക്കുന്നത്. അവരുടെ ജാഥ ഇവിടെ കരുനാഗപ്പള്ളിയിൽ കൂടിയും കായംകുളത്ത് കൂടിയും പാസ് ചെയ്ത് പോയപ്പോൾ അവരുടെ ദുഃഖ കഥ അവർ വിവരിക്കുകയായിരുന്നു. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കൊള്ളട്ടെ, തൊഴിലാളികളല്ലേ? ആരോഗ്യ വകുപ്പിൻ്റെ പേരിൽ ഇവരെ എത്രമാത്രം ചൂഷണം ചെയ്ത് ലോക റെക്കോർഡ്സിൽ വരെ അവർക്ക് പ്രാതിനിധ്യം കെടുത്തതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. ആ ഒരു നന്ദി പോലും കാണിക്കാതെയാണ് ആ തൊഴിലാളി സ്ത്രീകളോട് പെരുമാറുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 1474 വെറും ചുരുങ്ങിയ മണ്ഡലങ്ങൾ കൂടി പദ്ധതിയിൽ കാത്തിരിക്കുക. ആ മണ്ഡലങ്ങളിലൂടെ ഇത്രയും മണ്ഡലങ്ങൾ കടന്നു വന്ന് ആത്മവിശ്വാസം പകർന്ന് കരുത്തരാക്കി നിങ്ങളെപ്പോലെയുള്ള മണ്ഡലത്തിലെ സഹപ്രവർത്തകരെ കാണുന്നതിന് വേണ്ടി ദൃഢമായ തീരുമാനമെടുത്ത് കുന്നുകൾ കയറി, മലകൾ കയറി, മഴയത്തും വെയിലത്തും തളരാത്ത പോരാട്ട വീര്യവുമായി യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പിക്ക് നിങ്ങൾ അണിയിച്ചൊരുക്കിയ സ്വീകരണ സമ്മേളനത്തിന് ഹൃദയാഭിവാദ്യം നേരുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂവർണ്ണ കൊടി ഇനി ഏത് സാഹചര്യത്തിലും നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രവർത്തിക്കാൻ സജ്ജമായ നിങ്ങളെ ഞാൻ സല്യൂട്ട് ചെയ്യുകയാണ്. നമ്മുടെ യാത്രയുടെ ലക്ഷ്യം ജ്വലിക്കട്ടെ സ്ത്രീ ശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ലിനി നാം തെല്ലും, കരുത്തോടെ വിരൽ ചൂണ്ടാമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ കേരളത്തിലെ 1474 മണ്ഡലങ്ങളിലേക്ക്, 941 പഞ്ചായത്തുകളിലേക്ക്, 86 മുനിസിപ്പാലിറ്റികളിലേക്കും 6 കോർപ്പറേഷനുകളിലേക്കുമായി 162 ദിവസം എടുത്തുകൊണ്ട് ഈ യാത്ര നടത്തുന്നു. ഈ യാത്ര ഈ കായംകുളം ഇവിടെ എത്തിച്ചേരുമ്പോൾ നമുക്ക് അഭിമാനകരമായ ഒരു നിമിഷം കൂടിയാണ്. അങ്ങ് തിരുവനന്തപുരത്ത് UDFന്റെ നിലമ്പൂരിന്റെ കോൺഗ്രസിന്റെ MLA ആര്യാടൻ ഷൗക്കത്ത് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപാണ്. കോൺഗ്രസും UDFും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ദുർഭരണത്തിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ, നേതാക്കളായ രമ്യ ഹരിദാസ്, N രവി, A ത്രിവിക്രമൻ തമ്പി, അഡ്വക്കേറ്റ് U മുഹമ്മദ്, K പുഷ്പദാസ്, S രാജേന്ദ്രൻ, ചിറപ്പുറത്ത് മുരളി, ബബിത ജയൻ, ചന്ദ്രിക തങ്കപ്പൻ, ബിജു നസ്രുള്ള, ശോഭ സുരേന്ദ്രൻ, R അമ്പിളി, ടെൻസി തുടങ്ങിയവർ സംസാരിച്ചു. ആരൂടത്ത് ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി മഹിളാ സാഹസ് കേരള യാത്രയുടെ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് ജെബി മേത്തറെ സമ്മേളന സ്ഥലത്തേക്ക് ആനയിച്ചു. സംസ്ഥാനത്തെ 1500ഓളം മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ സ്വീകരണവും വാങ്ങിയാണ് യാത്ര തുടരുന്നത്. CDNet ന്യൂസ്, കായംകുളം.